ദേവിയേച്ചിയെ ഇന്ന് പഞ്ചായത്ത് നിന്ന് കണക്ക് നോക്കാൻ ആള് വരുന്നതാണ്. നിങ്ങളെ സ്ഥിരം പണി എടുക്കരുത്. ഇവിടെ ഒരപേക്ഷയുള്ളൂ ദേവിയെടുത്തിയെ കൊളാക്കരുത്. ദേവിയേച്ചിയെ പഞ്ചായത്ത് നിന്ന് വരുന്നവരെ വെറുപ്പിക്കണ്ട കേട്ടോ. പിന്നെ നമുക്ക് ലോണൊന്നും കിട്ടൂല. ഇങ്ങോട്ട് നോക്ക്. ആ ലോണ് കിട്ടിയിട്ട് വേണമെങ്കിൽ പോരന്റെ പണിയൊന്ന് തീർക്കാൻ. നിങ്ങൾ ദേവി ഇത് ഇടങ്ങാറാക്കരുത്. നിങ്ങളെ പോലെ കള്ളത്രം പറയുന്ന സ്വഭാവമൊന്നും പുളിക്കൂല ദേവിക്കുന്നു. നേരെ വാ നേരെ പോന്നു. അത് വർത്താന ദേവിയേച്ചിയെ പറയുന്നത്. അപ്പൊ ഞാൻ എല്ലാരും കള്ളന്മാരാ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ എന്റെ കാര്യ പറഞ്ഞു. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്റെ ലോണ് കിട്ടാണ്ടാക്കിയാല് എന്റെ തനി കൊണം നിങ്ങൾ അറിയേ ദേവിയേച്ചി. നമുക്ക് പഞ്ചായത്ത് നിങ്ങളെ മിംസ് ബുക്ക് ഒന്ന് നോക്കട്ടെ. അത് റെഡി ആയാലോ. ലോണിന്റെ കാര്യം എന്താണെന്ന് പറയാൻ പറ്റൂ? ഇതുവരെയുള്ള ലോണൊന്നും ആരും പെൻഡിങ്ങിലൊന്നും ഇല്ലല്ലോ. എല്ലാരും ക്ലിയർ അല്ലേ? അല്ല മോളെ, നീ പാർക്കൊമ്പത്തെ ചെക്കോട്ടിന്റെ മോളല്ലേ? അതെ അതെ. ആ ഇവളായാലും നിങ്ങളെ പറഞ്ഞ വലിയ ഉദ്യോഗസ്ഥ. ഇവളെനിക്ക് പണ്ടേ അറിയാം. ഇവള് ചെറുപ്പത്തില് ഇവക്ക് ഒന്നായിട്ട് വട്ടച്ചൊറിയായിരുന്നു. ഇതിങ്ങനെ മാതിക്കൊണ്ട് കിടക്കലായിരുന്നു. തീരെ ചെറുപ്പത്തില് ഞാളൊന്നും അരിപ്പിക്കലതിന് ഇത് എരിയത്തേക്ക് വരുമ്പോല്ലേ ഒരു കോയും വണ്ടിയും പോയതിൻ്റെ ഒട്ടുള്ള വാസനയാണ്. ഇതേ ഞങ്ങൾ പഞ്ചായത്ത് നിന്ന് വന്ന ഉദ്യോഗസ്ഥരാണ്. ഞങ്ങളോട് മാന്യമായിട്ട് സംസാരിക്കണം, അല്ലെങ്കിൽ ലോണ് വരെ ഞങ്ങൾ കട്ടായി കളയും. ഓ ഇങ്ങൊരു ഉദ്യോഗസ്ഥൻ വന്നിക്ക്. ഞാൻ കുഞ്ഞമ്മലെ കുഞ്ഞമ്മന്റെ മോനല്ലേ? അതെ, വാപ്പാൻ അറിയോ? ഓ 4ാം ക്ലാസ് പഠിക്കുമ്പോ ബെഞ്ചുമ്മൽ അപ്പിട്ട കഥ നാട്ടില് മുഴുവൻ പാട്ടാ. ഇപ്പൊ വലിയൊരു ഉദ്യോഗസ്ഥൻ വന്നിക്ക് പോവും ഞാൻ. ഈ തള്ള മാറ്റിക്കല്ലോ. നിങ്ങളെ ലോണിന്റെ കാര്യമൊന്ന് ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. ലോൺ കിട്ടുമോന്നുള്ളതേ. വാ സാറേ, ലോണിന്റെ കാര്യം തീരുമാനമായി. ദേവിയെ അടക്ക സമാധാനായല്ലോ. ലോണ് കിട്ടിയില്ല ഇനിയിപ്പൊ എന്നെ എന്തോ നാക്കൂന്ന് പറഞ്ഞിട്ടില്ലേനോ? ഈ ലോണ് കിട്ടിയിട്ട് ഇനിയിപ്പൊ അങ്ങനെ തട്ടുമ്പോ തട്ട് വീടുണ്ടാക്കണ്ട. പുളിക്കൂലേ ദേവിയോടാ കളി?